ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ടാസ്കിന്റെ റിസൾട്ട് ആണ് പറയാനായിട്ട് പോകുന്നത്. 5 മിനിറ്റും 32 സെക്കൻഡും എടുത്ത് 1 പോയിന്റ് നേടിയത് സാബുമാൻ ആണ്. ഇവിടെ 7ാമത്തെ ടാസ്കിന്റെ റിസൾട്ട് ആണ് കേട്ടോ. കട്ടപ്പണി എന്ന് പറയുന്ന ടാസ്കിന്റെ റിസൾട്ട് ആണ്. 1 പോയിന്റ് ആണ് സാബുമാൻ നേടിയത്. 3 മിനിറ്റ് 38 സെക്കൻഡ് ആണ് അനുമോൾ എടുത്തത് ടാസ്ക് ചെയ്യാനായിട്ട്. 2 പോയിന്റ് ആണ് അനുമോൾ നേടിയത്. 2 മിനിറ്റ് 39 സെക്കൻഡ് എടുത്ത് ഈ ടാസ്ക് ചെയ്തത് ആദിലയാണ്. ഇവരുടെ ഒന്നും കയ്യിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തത്. സാബുമാന്റെ കയ്യിൽ നിന്ന് പോയിരുന്നു. 2 മിനിറ്റ് 36 സെക്കൻഡും 4 പോയിന്റുകളും ഈ ഒരു ടാസ്കിൽ നേടിയത് ആര്യനാണ്. 2 മിനിറ്റ് 15 സെക്കൻഡ് എടുത്ത് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അക്ബറാണ്. 5 പോയിന്റ് ആണ് അക്ബർ നേടിയത്. 2 മിനിറ്റും 2 സെക്കൻഡുമാണ് അനീഷ് ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് എടുത്തത്. 6 പോയിന്റുകളാണ് അനീഷ് നേടിയത്. 1 മിനിറ്റും 59 സെക്കൻഡും എടുത്ത് ഈ ഒരു ടാസ്ക് ചെയ്തത് നെവിനാണ്. 7 പോയിന്റുകൾ നെവിൻ നേടി. 1 മിനിറ്റ് 26 സെക്കൻഡ് കൊണ്ട് ഈ ടാസ്ക് പൂർത്തിയാക്കി 8 പോയിന്റുകൾ നേടിയത് നൂറയാണ്. നൂറയും നെവിനും തമ്മിൽ സെക്കൻഡുകളുടെ വ്യത്യാസമാണ്. പിന്നെ അനീഷും നെവിനും തമ്മിലാണെങ്കിലും അതെ, 7 പോയിന്റ് അനീഷിന് നേടാൻ ഇച്ചിരി ഒരു 2-3 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് നെവിൻ 7 പോയിന്റ് തൂക്കിയത്. അപ്പോൾ ഇതാണ് ഈ ഒരു ടാസ്ക്. കട്ടപ്പണി എന്ന് പറയുന്ന ഈ ഒരു ടാസ്കിന്റെ അപ്ഡേറ്റുകൾ ഇതാണ്. നൂറയാണ് ജയിച്ചിരിക്കുന്ന ഈ ഒരു ടാസ്കും. നൂറ തകർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ടിക്കറ്റ് ഫിനാലെ തുടങ്ങിയ അന്ന് മുതൽ നൂറ ശരിക്കും തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കുമുള്ള ടാസ്ക് മാനിയാക്ക് ആരാണ് എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ് നൂറ. ഒരു രക്ഷയില്ല കേട്ടോ. പെൺപുലി എന്നൊക്കെ പറയാൻ പറ്റുന്ന ലെവല് പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ല. ആദില വരെ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് നൂറയുടെ പെർഫോമൻസ് കണ്ടിട്ട്. ആ ലെവല് പെർഫോമൻസ് ആണ്. പിന്നെ നെവിനാണേലും ഇപ്പൊ കയറി വരുന്നുണ്ട് കേട്ടോ. നെവിൻ പക്ഷെ കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ കയറി വരുന്നുണ്ട് ഇത്തിരി ഈ 2-3 ടാസ്ക് ആയിട്ട്. പിന്നെ അനീഷ് ഈ 2 ദിവസമായിട്ട് ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല കേട്ടോ. മികച്ച പെർഫോമൻസ് ആണ്. എനിക്കൊന്ന് 3ാം സ്ഥാനം വന്നിട്ടുണ്ട്. ഇന്നലത്തെ ടാസ്കിലാണെങ്കിലും ഇന്നത്തെ ടാസ്കിലാണെങ്കിലും 3ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അനീഷ്. എല്ലാ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.